ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഹസ്തരേഖയിൽ നിന്നും കൈരേഖയിൽ നിന്നും എങ്ങനെ മരണസമയം എങ്ങനെ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുമോ, ഇനി അഥവാ നമുക്ക് ഏകദേശം ചില സൂചനകൾ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ സമയത്തെ അതിജീവിക്കാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖകൾ പരിശോധിച്ചിരിക്കുന്നു. അതിൽ പ്രായമായി മരിച്ച ആളുകളുടെ ആ മരണത്തിന് മുമ്പ് കൈരേഖ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ അപകട മരണം, വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ട്രെയിന് മുട്ടി മരിച്ചു പോയവരെ എന്ന് വേണ്ട പല പല അപകടങ്ങളുണ്ടായവരെ, അങ്ങനെ എത്രയോ ആളുകളുടെ കൈരേഖകൾ ആ സംഭവത്തിനൊക്കെ മുമ്പേ ഞാൻ പലപ്പോഴും പരിശോധിച്ച ചില എൻ്റെ മനസ്സിൽ കണ്ട ചില സൂചനകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത്തരം സൂചനകൾ പലപ്പോഴും അതൊരു മരണം ഉണ്ടാകണമെന്നില്ല, അവരുടെ ഒരു അശ്രദ്ധ കൊണ്ട് പലപ്പോഴും സംഭവിച്ച കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമുക്ക് ഇത്തരം ചില സൂചനകളുണ്ടെങ്കിൽ നമ്മളുടെ കൈരേഖയിൽ നോക്കി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത്തരം ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അല്ലാതെ മരണം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ചില സമയത്തുണ്ടാകുന്ന ചില അശ്രദ്ധകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചില അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. അത്തരം അപകടങ്ങൾ ചിലപ്പം അതിൽ നിന്ന് രക്ഷപ്പെടും, ചിലപ്പോൾ ജീവന് തന്നെ ആപത്താകും. അപ്പോൾ ചില ആ ഒരു സമയങ്ങൾ ഒക്കെ ഒരു മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം. മരണം ഉണ്ടാകണമെന്നോ അല്ല മരണസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നോ യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പം അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. മരണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രായമായി ആശുപത്രി കിടന്നു അസുഖമൊക്കെ ആയി അങ്ങനെ മരിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെയും ആ മരണത്തിന് മുമ്പ് കൈരേഖകൾ പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാനായിട്ട് അങ്ങോട്ട് പോയി അന്വേഷിച്ച് പരിശോധിച്ചതല്ല, ആ കിടക്കുന്ന വ്യക്തിയായിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കാവോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പരിശോധിപ്പിച്ചതാണ്. പിന്നെ രണ്ടാമത്തെ രീതി സഡൻ ഡെത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാഹനാപകടമായിരിക്കും, അല്ലെങ്കിൽ റെയിൽപ്പാളത്തിൽ കൂടെ നടക്കുമ്പം ശ്രദ്ധയില്ലാതെ ട്രെയിൻ തട്ടി മരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മരണപ്പെട്ട ചില ആളുകളുടെ കൈരേഖകൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ, ഇതൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഗ്രഹനിലകൾ തന്നെയല്ല, കൈരേഖയുടെ കാര്യം ഇപ്പം പറയുന്നത്. കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, രണ്ടും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൈരേഖ പരിശോധിച്ചിട്ടുണ്ട്. ആ കൈരേഖയിലെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും ചില സമയത്ത് ചില അശ്രദ്ധയാണ് പലപ്പോഴും സഡൻ ഡെത്ത്, പെട്ടെന്നുള്ള ഒരു അപകടങ്ങൾക്ക് കാരണം. അതിന് ചില കാര്യങ്ങൾ പല രേഖകളിലും ഞാൻ ആവർത്തിച്ച് കണ്ടു. അങ്ങനെയുള്ള ചില സൂചനകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാം. ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഞാൻ അങ്ങനെ മാർഗനിർദ്ദേശം നൽകി വെള്ളത്തിൽ പോയി മരിച്ചവരുടെ കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ട ചില അടയാളങ്ങൾ അത് പുസ്തകത്തിലൊന്നും കാണത്തില്ല, നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ചന്ദ്രമണ്ഡലത്തിൽ കണ്ട ചില അടയാളങ്ങൾ അതനുസരിച്ച് ഞാൻ പിന്നീട് എൻ്റെ അടുത്ത് നോക്കാൻ വന്ന ആളോട് ആ ഒരു ചിഹ്നം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ജലത്തിൽ ആപത്തുണ്ടായിട്ടുണ്ടോ, മരണസമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാര്യം ഒഴിവാക്കുക. ഇത് ആ വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നൊരു സ്വഭാവം പുള്ളിക്കുണ്ട് തോട്ടിൽ, അത് പുള്ളി ഒഴിവാക്കി ഇന്നും വെടുക്കാനായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇതൊന്നും സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, സംഭവിക്കത്തുമില്ല, സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില ആപത്തുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനുവേണ്ടി പറയുന്നതാണ്. ജനനവും മരണവും ഈശ്വരൻ്റെ കയ്യിലാണ്. അത് ആർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, അത് ഈശ്വരനെ അറിയത്തുള്ളൂ. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ മതി. അത് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് സത്യസന്ധമായിട്ട്. ജനനവും മരണവും. പക്ഷെ നമുക്ക് ആപത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് ചില ആപത്തുണ്ടാകുന്ന
ഒരു കാലയളവുകൾ, സമയങ്ങൾ, അതിൻ്റെ ചില സാധ്യതകൾ നമുക്ക് ഇതുപോലെ രേഖാസൂചനകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. അത് മനസ്സിലാക്കി നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് ഹസ്തരേഖയിലെ വയസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. ആ വയസ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകളെ, അതൊരു വാഹന അപകടമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ പോയി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയ അങ്ങനെയുള്ളവരെ അതിന് മുമ്പ് ഞാൻ പരിശോധിച്ചു, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ രേഖയിൽ കണ്ട ചില സൂചനകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന ആപത്തുകൾ ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതിനാദ്യം വയസ്സുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വയസ്സുകൾ എങ്ങനെ രേഖയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആണ് ഞാൻ ഓരോരോ സൂചനകളായിട്ട് പറഞ്ഞുതരാം. അപ്പം മുഴുവൻ സശ്രദ്ധം കേൾക്കുക. ഇത് നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഈശ്വരൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആപത്തുകൾ ഉണ്ടാകുന്ന അവസരങ്ങളെ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ അത് ഒഴിവാക്കുക. അത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അശ്രദ്ധ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് രേഖയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ രേഖയിൽ ചില സൂചനകളുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് അശ്രദ്ധ കൂടുതലായിട്ടുണ്ടാകാം. അപ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ രേഖയിലെ സൂചനകൾ മനസ്സിലാക്കി. പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു സാധാരണക്കാരനാണ്. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ദിവസവും വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ സാധ്യമായ കാര്യമല്ല. അത് സ്വാഭാവികമാണ്. പറ്റുന്ന കുറച്ച് ആളുകൾക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകളും പ്രാർത്ഥനകളും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളുമൊക്കെ. അത് കേട്ടിട്ട് അങ്ങനെ ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന്. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കാം. അതാണ്. അപ്പം എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മുൻഗണനാക്രമത്തിലായിരിക്കും വർക്ക് എടുക്കുന്നത്. എന്നിട്ടൊരു ഡേറ്റ് കൊടുക്കുക. ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്, ഫ്രീ ആകാറില്ല. അതാണ് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഫ്രീ ആകാറില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ. പിന്നെ ഡേറ്റ് കൊടുത്ത് മുൻഗണനാക്രമത്തിൽ അങ്ങ് ഇട്ട് പോവുകയാണ്. അതങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങ് പോകുന്നു. നമ്മൾ ആ മുൻഗണന അനുസരിച്ച് ചെയ്ത് വരുന്നു. വീണ്ടും ഡേറ്റ് ഇട്ട് പോകുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് സാഹചര്യം. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. അപ്പോഴേ ഈ ഹസ്തരേഖയിൽ ആദ്യം വയസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന കൈയുടെ കാര്യങ്ങളും പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ആയുർരേഖ നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്, ഇത് ഹൃദയരേഖയാണ്, ഇത് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ. വിധിരേഖ അല്ലെ ഭാഗ്യരേഖ. ഇത്തരം രേഖകളാണ് ഞാനിവിടെ സാമാന്യം കാണിച്ചിരിക്കുന്നത്. ഇപ്പം കണ്ടോ, ഇത് ആയുർരേഖ. ആയുർരേഖ ഒരാളുടെ ആയുസ് ശരാശരി 80 വയസ്സ്, 80 വയസ്സെന്ന് കണക്കാക്കുക. ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 വയസ്സിന് ശേഷമുള്ള ജീവിതം എന്ന് വെച്ചാൽ യാന്ത്രികമാണ്. പലപ്പോഴും ഓർമ്മയും നഷ്ടപ്പെട്ടു, അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ശരാശരി 80 കണക്കാക്കുക. 80 കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 40. അപ്പോൾ നിങ്ങൾ പകുതി 40 കണക്കാക്കുക. ഇനിയും ഇവിടുന്ന് ഈ പകുതി വരെ 40 ആണെങ്കിൽ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 20. ഈ 20ൻ്റെ പകുതി എത്രയായിരിക്കും? 10. അങ്ങനെ ഇങ്ങോട്ടും കണക്കാക്കണം. ഇവിടെ ഇപ്പം 40 പകുതി വരും. അപ്പോൾ ഇത് മൊത്തം 80 ആകുമ്പോൾ നമ്മൾ ഈ ആയുസ് കണക്കാക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇങ്ങനെ താഴോട്ടാണ്. ഇവിടെ വരുമ്പോൾ 80, ഇവിടെ 0 മുതൽ തുടങ്ങുന്നു. അപ്പോൾ ഇവിടുന്ന് താഴോട്ടാണ് ആയുസ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് പകുതി എടുക്കുമ്പോൾ ഇപ്പോൾ ശരാശരി ഒരു മുഴുവൻ ആയുസ് 80 എന്നെടുത്താൽ പകുതി 40.
അപ്പോൾ അതിൻ്റെ പകുതി 20, അതിൻ്റെ പകുതി 10, അങ്ങനെ എളുപ്പം കണക്കാക്കിക്കോണം. ഇനി ഇങ്ങോട്ടും ഇപ്പോൾ ഇവിടെ 40 ആകുമ്പം ഇവിടെ 50. അപ്പോൾ ഈ 40നും 50നും ഇടയ്ക്ക് പകുതി വരുമ്പോൾ എത്ര വരും? അതായത് ഇങ്ങോട്ട് ഇവിടെ 40, ഈ 40ഉം ഇവിടെ 80ഉം, അതിൻ്റെ പകുതി 60. 60ൻ്റെയും അതിൻ്റെ പകുതി ഇങ്ങോട്ട് എടുക്കുക. 60ൻ്റെയും 80ൻ്റെയും ഇടയിലുള്ള പകുതി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണക്കാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് കണക്കാക്കിക്കോണം. ഞാനിപ്പോൾ ഇവിടെ വേണമെങ്കിലൊന്ന് എഴുതി കാണിക്കാം, പക്ഷേ ഇത് എല്ലാം കൂടെ എഴുതി കാണിക്കുമ്പോഴേ പല കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, ഇത് വേറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എഴുതി കാണിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം പല കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ മൊത്തം 80 എടുക്കുക. അപ്പം പകുതി 40, അതിൻ്റെ പകുതി അങ്ങനെ ഇങ്ങോട്ടും അതിൻ്റെ പകുതി എടുത്ത് കണക്കാക്കിക്കോണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പകുതി 40 എടുക്കുക, അതിൻ്റെ പകുതി 20 അങ്ങനെ എടുത്തോളാം. അപ്പോൾ ഇങ്ങോട്ടാകുമ്പോൾ ഇവിടെ 40, 60, 80. അപ്പോൾ 40നും 80നും ഇടയിൽ 60, വീണ്ടും അതിൻ്റെ പകുതി. ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നിൻ്റെയും പകുതി എടുത്തെടുത്ത് നമുക്ക് ഒരു എത്ര വയസ്സിലേക്കൊരു ആവറേജ് നമുക്ക് പോകാൻ പറ്റും. പറഞ്ഞു മനസ്സിലായി, ഒരു ആവറേജ് വയസ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ 10, 20, 30, 40, 50, 60, 70 എന്ന് എടുത്താലും മതി. അപ്പോൾ ആദ്യം 50 എടുക്കുക, ആദ്യം 80 വയസ്സിൻ്റെ പകുതി 40 എടുക്കുക, പിന്നെ 40ന് പകുതി എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അങ്ങനെ ഓരോരോ വയസ്സുകൾ നമുക്ക് സാമാന്യം കണക്ക് കൂട്ടാൻ പറ്റും. ഞാൻ അത് വയസ്സുകൾ വരച്ച് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വയസ്സുകൾ എനിക്ക് രേഖപ്പെടുത്താൻ വേറെ ചില കാര്യങ്ങൾ അങ്ങനെ വരച്ച് വെച്ചിരിക്കുക നിങ്ങളെ കാണിക്കാൻ. അതുകൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് സംശയമില്ലാത്തൊരു കാര്യമാണല്ലോ. വളരെ സിമ്പിളല്ലേ? അതായത് മൊത്തം 80 ആണെങ്കിൽ അതിൻ്റെ പകുതി 40, അതിൻ്റെ പകുതി 20, അതിൻ്റെ പകുതി 10, അങ്ങനെ അങ്ങ് പകുതി എടുത്തു പോകാം. അത് തിരിച്ചിങ്ങോട്ടും താഴോട്ടും 40നും 80നും ഇടയിൽ 60, പിന്നെ അങ്ങനെ പകുതി എടുത്തെടുത്ത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്തങ്ങ് പോകാം. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. ഈ ശ്രദ്ധിച്ചോളണം, പലപ്പോഴും പല ആയുർരേഖയിലെ പല കാര്യങ്ങൾ കാണും, പല തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ ആയുർരേഖ ഉണ്ടോ, ആയുർരേഖ ഈ ഭാഗം മങ്ങിക്കാണുക. ഈ ഭാഗം മങ്ങി കണ്ടോ, അതായത് മങ്ങിക്കാണുക. ശരിക്കും അവിടെ വിട്ട് കാണുകയല്ല. സാധാരണ ആളുകൾ ഈ ആയുർരേഖ വിട്ട് കണ്ട ഉടനെ പറയും സൂക്ഷിക്കണം. വിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സമയം ഏതൊരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആയുർരേഖ ഇങ്ങനെ മങ്ങിക്കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആയുർരേഖ ഇത് കണ്ടല്ലോ, ഈ ഭാഗത്ത് അത് വിട്ടല്ല കാണുന്നത്, മങ്ങിയാണ് കാണുന്നത്. ഞാനൊരു ഉദാഹരണത്തിനാണ് കാണിച്ച്. അതുപോലെ വിധിരേഖ കണ്ടോ, ഈ ഭാഗം മങ്ങിക്കാണുന്നു കണ്ടോ, മങ്ങിയാണ് കാണുന്നത്. ഇത് വരച്ചാൽ ഇത്ര പാടായിരുന്നു, ഇങ്ങനെ മങ്ങി കാണുന്നത്. ഇത് ബുദ്ധിരേഖ, ഈ ഭാഗം കണ്ടോ മങ്ങി കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ ചെറുതായിട്ട് രേഖയുണ്ട്, എന്നാൽ ക്ലിയറായിട്ടില്ല. അപ്പം നന്നായിട്ട് മങ്ങിയാണ് കാണുന്നത്. ഒരു വിട്ടുപോയ പോലെ തോന്നുമെങ്കിലും രേഖയുടെ ആ ഭാഗം പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിട്ടില്ല. ചെറുതായിട്ട് ഒരു മാഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെറുതായിട്ടൊരു പാടവിടെ ഉണ്ട്. അങ്ങനെ കാണുന്ന അങ്ങനെ ഈ 3 രേഖകളും കണ്ടല്ലോ, ആയുർരേഖയും വിധിരേഖയും ബുദ്ധിരേഖയും ഇങ്ങനെ ഏകദേശം ഓരോരോ ഭാഗങ്ങൾ മങ്ങിക്കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ഏതൊരു കാര്യത്തിലും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഞാൻ എത്രയോ കൈരേഖകൾ ഇങ്ങനെ പരിശോധിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, പെട്ടെന്നുള്ള ഒരു ആപത്തുകളെ, സഡനായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകാമെന്നുള്ളതാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചെറിയൊരു അശ്രദ്ധ മതി. കാരണം ഇങ്ങനെ ഉള്ളവർക്ക് അശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഒന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ, റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊക്കമുള്ള ഒരു സ്ഥലത്ത് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബയിലൊക്കെ കയറുമ്പോഴാണെങ്കിലും തെന്നി വീഴാതെ, ചിലപ്പോൾ തലയടിച്ചൊക്കെ തെന്നി വീഴാൻ പ്രശ്നമാണ്. അതുപോലെ വെള്ളത്തിൽ കുളിക്കാറൊക്കെയാണെങ്കിൽ എന്ന് വേണ്ട ഏതൊരു കാര്യം, ഇപ്പോൾ സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ കറണ്ട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഇവർക്ക് അശ്രദ്ധ ഉണ്ടാകും പല കാര്യങ്ങളിലും. ഇവർക്കുണ്ടാകുന്ന ഈ അശ്രദ്ധയാണ് സഡനായിട്ടുള്ള ഒരു ആപത്തിലേക്ക് നയിക്കുന്നത്.
ചിലർക്ക് ചിലപ്പോൾ അത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ചില പരിക്കുകളോടെ രക്ഷപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ രേഖ മങ്ങിക്കാണുന്നത് ആ വയസ്സുകളിൽ, ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആയുർരേഖയുടെ വയസ്സ് കണക്കൂട്ടിയാലും മതി, ആ വയസ്സുകളിൽ രേഖ കൂടുതലായിട്ട് മങ്ങിക്കാണുന്ന ആ വയസ്സുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്കറിയാം പല പല കാര്യങ്ങൾ. അപ്പം ഇത് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ വയസ്സിൻ്റെ ഒന്ന് എഴുതി കാണിക്കാം. കാരണം അതൊരു പറഞ്ഞു പോയില്ലെങ്കിൽ, ശരിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോയില്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു തൃപ്തിയില്ല. അതുകൊണ്ട് ഞാൻ വയസ്സിൻ്റെ ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടെ 0 മുതൽ ഇവിടെ 80 വയസ്സ് കണ്ടല്ലോ, 80 വയസ്സ്. അതിൻ്റെ പകുതി നമ്മൾ എടുക്കുന്നു 40. അതായത് അതിൻ്റെ പകുതി എടുത്ത് 40 കണ്ടല്ലോ. ഈ 40ൻ്റെ പകുതി എടുക്കുന്നു 20 കണ്ടല്ലോ, 20. ഇനി നമ്മൾ താഴോട്ട് ഈ 40ൻ്റെയും 80ൻ്റെയും പകുതിയിൽ അതിൻ്റെ പകുതി എടുക്കുന്നു 60 കണ്ടല്ലോ, 60. ഇനി നമ്മൾ ഇതിൻ്റെ പകുതി എടുത്ത് ബാക്കി വയസ്സ് കണക്കാക്കും. 0നും 20നും ഇടയ്ക്ക് അതിൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 10. 10 വയസ്സെടുത്തു കണ്ടല്ലോ. ഇനി 20നും 40നും ഇടയ്ക്ക് എത്ര വരും? 30. അപ്പോൾ 30 വയസ്സെടുത്തു. ഇനിയും 40നും 60നും ഇടയ്ക്ക് 50. 50 വയസ്സെടുത്തു, 50. ഇനി 60നും 80നും ഇടയ്ക്ക് വരുന്ന അത്ര 70 കണ്ടല്ലോ, 70 വയസ്സെടുത്തു. ഇങ്ങനെ ശരാശരി നിങ്ങൾക്ക് വയസ്സ് കണക്കാക്കാം. അപ്പോൾ അത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാനത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാലേ എൻ്റെ മനസ്സിലൊരു സമാധാനമാകത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് ശരാശരി കണക്കാക്കാം. പക്ഷേ ഞങ്ങളൊക്കെ കണക്കാക്കുന്ന 7 എന്ന് പറഞ്ഞൊരു കണക്കില്ല. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് സാമാന്യം മനസ്സിലാകാനുള്ള ഒരു രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ശരാശരി കണക്കാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കുക വയസ്സുകൾ. അപ്പം നമുക്കിത് ഇവിടെ ഒരു മങ്ങൽ വന്നാൽ എത്രയാണെന്ന് കണക്കാക്കാം. ശരാശരി കണ്ട് ഇവിടെ ഒരു മങ്ങൽ വന്നു. അപ്പോൾ 50നും 60നും ഇടയ്ക്ക് ഒരു 55, 54 ആയിരിക്കും. ഇനി ശരാശരി ഇവിടെ ഒരു മങ്ങൽ വന്നു. അപ്പോൾ നമുക്ക് എത്ര കണക്കാക്കാം? 20നും 30നും ഇടയ്ക്കാകുമ്പോൾ ഒരു 25. അങ്ങനെ ടൈമിങ്ങൾ നിങ്ങൾ ഏകദേശം കണക്കാക്കി എടുക്കുക. പറഞ്ഞാൽ മനസ്സിലാകും. അതൊരു ഏകദേശ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു സാമാന്യമായിട്ട് നമുക്ക് കണക്കാക്കി എടുക്കാം. ഏറെക്കുറെ ഞാനൊക്കെ ഉപയോഗിക്കുന്ന 7ൻ്റെ കണക്കാണ്. 7ൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ആക്യുറേറ്റാണ്. പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ മൊത്തം വയസ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇനിയും ഇത് കണ്ടോ, ഇത് ആയുർരേഖയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ട് കാണുക. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ വിട്ട് കാണുക. ഇങ്ങനെ വിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വയസ്സുകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ജോലിയിൽ നിന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു താഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ഒരു പല രീതിയിലുള്ള പ്രശ്നങ്ങളാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെയും ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ അശ്രദ്ധ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചില ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ രേഖ വിട്ട് കാണുന്ന വയസ്സുകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടി ഏതൊരു കാര്യങ്ങളും ചെയ്യുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. അവിടെ മരണം ഉണ്ടാകണമെന്നോ ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയും ഇന്ന വയസ്സിൽ വരെ ആയുസ് സൂക്ഷിക്കണം. പറയുന്നവരുടെ അറിവില്ലായ്മയാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നുമല്ല. ആയുസ്സിൻ്റെ കാര്യം ജനനവും മരണവും ഈശ്വരന് മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന വയസ്സുകൾ നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ മനസ്സ് പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വീഴ്ച, അത് ക്ഷതങ്ങളെ, ഒടിവുകളെ, ചതവുകളെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിന്നെ ആക്സിഡൻറ്റുകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ വയസ്സുകൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
പിന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന പരിഹാരങ്ങൾ അവസാനം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയും പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ രേഖ. ഇപ്പോൾ രേഖയുടെ നമ്മൾ പറഞ്ഞ താഴോട്ടാണ് ഇങ്ങനെ വയസ്സ് വരുന്നത്. 10, 20, 30, 40, 50, 60, 70, 80 ഇങ്ങനെ താഴോട്ടാണ് വരുന്നത്. അപ്പോഴേ ഈ ഇവിടെ വരുമ്പോൾ ഒരു ഏകദേശം 69 അല്ലെങ്കിൽ 65 പിടിച്ചു, ഒരു ഏകദേശമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത് മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഇതിന് താഴേക്ക് കണ്ടോ, ഇവിടെ ചെറിയൊരു വൃത്തം പോലെ അല്ലെ രേഖയിൽ വല്ല ഇങ്ങനെ ഒരു രേഖയിൽ ചുറ്റി ചില പൊടി രേഖകൾ ഇങ്ങനെ കാണുക. അപ്പോൾ ആ വയസ്സുകളിൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ആ വയസ്സുകളിലുള്ള ഏതൊരു കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വയസ്സുകൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ, ഞാനിപ്പോൾ ഇത് വരച്ചപ്പോൾ ഇച്ചിരി അങ്ങ് താഴോട്ട് പോയി, 80 വയസ്സിലേക്ക് പോയി. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടം വരെ ഉദ്ദേശിച്ചുള്ളൂ. ഒരു 70 അല്ലെങ്കിൽ 69 വയസ്സിൽ നടക്കുന്ന കാര്യമെന്നാണ് ഉദ്ദേശിച്ചത്. അറിയാതെ വരച്ചപ്പം താഴോട്ട് 80 വയസ്സിലേക്ക് പോയി. അത് കണക്കാക്കണം, നിങ്ങൾ തന്നെ ഇത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ വൃത്തം പോലെ വരിക. അപ്പോൾ ഒരു 69-70 ഇടയിൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരച്ചപ്പോൾ അങ്ങനെ ആയിട്ട് പോയത് കേട്ടോ. ഇനിയും അടുത്ത ഒരു കാര്യം പറഞ്ഞുതരാം. പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു രേഖ മായ്ച്ചു കളഞ്ഞു സൗകര്യത്തിന് വേണ്ടി നിങ്ങൾക്ക്. ഞാനിനിയും പറയാൻ പോകുന്നത് വേണ്ടി ഇതേക്കുറിച്ചാണ്, ബുദ്ധിരേഖയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ആ നേരെ ഉണ്ടായിരുന്ന വിധിരേഖ അങ്ങ് മായ്ച്ചു കളഞ്ഞു. കാരണം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധയോടുകൂടി കൂടുതൽ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അത് മായ്ച്ചു കളഞ്ഞത്. ഈ ബുദ്ധിരേഖയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ രേഖ കണ്ടോ, ഈ രേഖയിൽ പലയിടത്തും ചെറിയ വളവ് കണ്ടല്ലോ. ഇവിടെ ഒരു വളവുണ്ട്, പിന്നെ ഇവിടെ ഒരു വളവുണ്ട് കണ്ടല്ലോ. കുറച്ചൊക്കെ നേരെ പോകുന്നു, കുറച്ചൊക്കെ ഇടയ്ക്ക് വളവുണ്ട് കേട്ടോ. ഈ രേഖ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള രേഖ. കാരണം ഞാൻ എത്രയോ ആളുകളുടെ പരിശോധിച്ചിരിക്കുന്നു. ഇപ്പം അബദ്ധത്തിൽ ട്രെയിൻ തട്ടി മരിച്ചവർ, അപ്പോൾ അവരൊക്കെ അതിനു മുമ്പ് ഞാൻ പരിശോധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന ആ ബുദ്ധിരേഖയിലെ ചില ലക്ഷണങ്ങളുണ്ട്. അതുപോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് പല രീതിയിലും ആപത്തുകളിൽ ചെന്ന് ചാടിയവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളുണ്ടായവർ, അവരുടെയൊക്കെ ബുദ്ധിരേഖയിൽ പലപ്പോഴും ഞാൻ വളവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇവിടെ ഈ ചിലർ ഇങ്ങനെ കൈരേഖ നോക്കിയിട്ട് പറയും, ഇപ്പം കൈരേഖ മുറിഞ്ഞ് കണ്ടാൽ പിന്നെ മരണം ഉണ്ടാകാം. ഒരിക്കലുമില്ല, അതൊക്കെ തെറ്റുകളാണ്. അങ്ങനെ മരണമൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യത്തോടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. നമ്മൾ ചില സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, ഒരാപത്തും ഉണ്ടാകത്തില്ല. സുഖമായിട്ട് എത്ര വർഷം വേണേലും നമ്മുടെ ആരോഗ്യവും സന്തോഷത്തോടു കൂടിയും ഭക്ഷണശീലവും ശരിയായിട്ട് മനസ്സിലാക്കി പോയാൽ ജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ ഒരു പ്രാവശ്യം ആപത്തുണ്ടായ ആളോട് ഞാൻ അന്ന് അത് നിർദ്ദേശിച്ചു, ഇന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഇന്നും പുള്ളി മിടുക്കനായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില മനസ്സ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില ആപത്തുകളിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബുദ്ധിരേഖ ഇങ്ങനെ ഉള്ളവരുടെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വൈകാരികമായ കാര്യങ്ങൾ, മനസ്സിലായില്ലേ? വികാരം എന്ന് വെച്ചാൽ എന്താ? ദേഷ്യം, വിഷമം, സങ്കടം. ചിലർ ചുമ്മാ സന്തോഷിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ചുമ്മാ സന്തോഷിക്കുന്നതും പ്രശ്നമാണ്. ചുമ്മാ ചിരിക്കുക, നമ്മൾ വിചാരിക്കുക അത് വളരെ ഒരു എല്ലാം ഒരു മീഡിയം ആണെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ ചുമ്മാ ചിരിക്കുക, ചുമ്മാ കൂടുതൽ കരയുക, ഇതൊക്കെ ഇമോഷണൽ ഇംബാലൻസാണ്. അങ്ങനെയുള്ളവർക്ക്, ഇത് കൂടുതൽ ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് പേടി കാണും. ചിലപ്പം ഒരു വെള്ളം കാണുമ്പോൾ പേടി, അല്ലെങ്കിൽ പൊക്കത്തിൽ കയറുമ്പം പേടി. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് പേടി ഉള്ളതുകൊണ്ടാണ് മറ്റൊരു വികാരമായ ചിരി കൂടുതലായിട്ട് ചിരിക്കുന്നത്. മനസ്സിലായോ? അത് ഇമോഷണൽ ഇംബാലൻസാണ്. അപ്പം ഈ ഹൃദയരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരങ്ങളെയാണ് കാണിക്കുന്നത്. സന്തോഷം, സങ്കടം, വിഷമം, ഇതൊക്കെ വികാരങ്ങളാണ്. ആ വികാരങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഈ വികാരങ്ങളുമായിട്ട് ഈ ബുദ്ധിരേഖയിലെ ഈ കാര്യത്തിനും, ഇപ്പം ബുദ്ധിരേഖ ഞാനീ പറഞ്ഞ പോലെ വളഞ്ഞു കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സഡനായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ഇപ്പം അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും ചിലപ്പോൾ കുഴപ്പമില്ല, ചിലപ്പോൾ അയക്കാനെങ്കിൽ ആപത്ത് പറ്റുന്നു. പക്ഷെ അവിടെ ഹൃദയരേഖയിൽ യാതൊന്നും കാണിക്കത്തില്ല, അടയാളങ്ങൾ. ഹൃദയരേഖ ഒരു അടയാളവും കാണിക്കാറില്ല. കാരണം ഇത് സഡനായിട്ടുണ്ടാകുന്ന കാര്യം, പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ്. ബുദ്ധിരേഖയെ കാണിക്കും. കാരണം ഇവൻ്റെ ബുദ്ധിയുമായിട്ട്, ഇവൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് ഇവൻ്റെ ബുദ്ധിയിലെ പോരായ്മയാണ്. ബുദ്ധിരേഖയെ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഏതൊരു കാര്യവും ആഴത്തിൽ പരിശോധിച്ച ശേഷം അത്
അത് മനസ്സിലാക്കി എത്രയോ തവണ ഞാനിരുന്ന് അതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തിയ ശേഷമാണ് ഞാൻ പല നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ എനിക്ക് അത്തരത്തിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അത് പലപ്പോഴും കൃത്യമായിട്ട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുദ്ധിരേഖ ഇങ്ങനെ നീളത്തിൽ കാണുന്നു, ചെറിയ വളവുകൾ ഇടയ്ക്ക് കാണുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞുതരാം. അതൊരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി റെയിൽവേ പാളത്തെ കൂടെ പോകുന്നു, രാത്രി സമയം മഴയുണ്ടെന്ന് വിചാരിക്കുക. അല്ലെ ഈ പുള്ളി ഹെഡ്ഫോണ് ഇങ്ങനെയുള്ളവർക്കൊരു കുഴപ്പമുണ്ട്. അവർ എപ്പോഴും ഇങ്ങനെ ബുദ്ധിരേഖ വളവുള്ളവർ അവർ ജീവിതത്തെ അത്ര സീരിയസ് ആയിട്ടൊന്നും കാണണമെന്നില്ല. അവർക്ക് പലപ്പോഴും ഒരു അലംഭാവം കാണാറുണ്ട്. ഇപ്പോൾ റെയിൽപ്പാളത്തിൽ കൂടെ പോകുമ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചിലപ്പം കുഴപ്പമില്ല, പക്ഷേ ചിലപ്പം ഈ ട്രെയിന് വരുന്നത് അറിയത്തില്ല, ഫോണടി പോലും കേൾക്കത്തില്ല. പിന്നെ ഒരു വളവൂടുണ്ടെങ്കിൽ ചോദിക്കുകയും വേണ്ട, പിന്നെ അടുത്ത് വരുമ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടി മരിക്കുക അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം. അത് ഈ ബുദ്ധിരേഖയിൽ ഈ വളവ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഒരു വണ്ടി ഓടിക്കൂടെ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിലും ഒരു അശ്രദ്ധമായിട്ട് ചിലപ്പോൾ വണ്ടി ഓടിക്കാം. അത് ഇയാളുടെ ജീവനും വേറെ ആളുടെ ജീവനും ആപത്താകാം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിരേഖയിൽ വളവുള്ളത് ആബ്സെൻറ്റ് മൈൻഡ്, ഒറ്റ വാക്യം പറഞ്ഞാൽ ആബ്സെൻറ്റ് മൈൻഡ് എന്ന് വെച്ചാൽ ശ്രദ്ധയില്ലായ്മ, മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പ്രവണത ഇവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം? ഇവരേത് കാര്യം ചെയ്താലും അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക, അതിനിടയ്ക്ക് വേറെ ജോലിക്ക് പോകാതിരിക്കുക. കാർ ഓടിക്കുമ്പം പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പം വേറെ ഫോൺ സന്ദേശങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരാപത്ത് സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു നിമിഷമായിരിക്കും ജീവിതം കൈവിട്ടു പോകുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സഡൻ ഡെത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ജീവിതങ്ങൾ ആണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാനൊരു പയ്യനെ കണ്ട് ഉപദേശിക്കുകയല്ല, എനിക്കാരും ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കാര്യം പറഞ്ഞു. അവനെ വണ്ടിയെ പോയപ്പം വഴി വെച്ച് കണ്ടതാണ്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോൺ വെച്ച് എന്തൊക്കെയോ കൂട്ടുകാരോട് പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. ഞാൻ പറഞ്ഞു, മോനെ അവിടെ നിൽക്കി, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അവനെ നിർത്തി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കരുത്, ശ്രദ്ധിച്ച് ഓടിക്കുക. ഒന്നാമത് വളരെ ശ്രദ്ധയോടുകൂടി ഓടിച്ചാൽ പോലും ചിലപ്പോൾ ആപത്തുകൾ ഉണ്ടാകാം. ഇനി ചെറുപ്പത്തിൽ ഈ ശ്രദ്ധിച്ച് പോകണം. അപ്പം അവൻ പറഞ്ഞു, ചേട്ടാ എനിക്കറിയാം, ഞാൻ ഒരു ഫോണിൽ സംസാരിച്ച് എനിക്കറിയാം ഇങ്ങനെ ഓടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ചെയ്യാറില്ല. പിന്നെ അവനെങ്ങോട്ട് എനിക്കറിയാത്ത വഴി വെച്ച് കണ്ട ഒരാളോട്, ഞാനൊരു പയ്യനായതുകൊണ്ട്, പയ്യനല്ല ഒരു ചെറുപ്പക്കാരനാണ്, അപ്പോൾ ഞാൻ അങ്ങനെ അവനെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ അത് മനസ്സിലാക്കി ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. എത്രയോ നമ്മൾ പത്രം വായിച്ചാൽ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ഒരു കുടുംബം തന്നെ അനാഥമാകുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേറൊരു കുഴപ്പങ്ങളുണ്ട്. എന്നാണെന്നറിയോ? ഇങ്ങനെ ഈ ബുദ്ധിരേഖ ഇങ്ങനെ ചെറിയ വളവുള്ളവർക്ക് ഇവർക്ക് ജീവിതത്തിൽ ഒരു പരാജയം പറ്റിയെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇവരുടെ ഭാര്യ വേറെ ആരുടെ കൂട്ടത്തിൽ പോയി, അല്ലെ ഇവരുടെ മക്കൾ വേറെ രീതിയിൽ പോയി. ഇവരെന്തോ വിചാരിക്കുന്നറിയോ? എല്ലാം ഇവരുടെ കുറ്റം കൊണ്ടാണെന്ന് വിചാരിച്ച്, അത് ബുദ്ധിയുടെ ഒരു കുഴപ്പമാണ്. ഇപ്പം പുരുഷന്മാരാണെങ്കിൽ അങ്ങ് വെള്ളം അടിച്ച് അങ്ങനെ ചില ആപത്തുകളിലേക്ക് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ രേഖയുള്ളത്. കാരണം ഇവർ സ്വയം ഒരു മാനസിക പ്രശ്നമായിട്ട് അത് വരും, ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ വരും. അപ്പം ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിരേഖയിലെ വളവ് പല തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കാം. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? കൂടുതൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് ചെയ്യാൻ ജോലിയില്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടണം, അപ്പോഴേ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകത്തില്ല. പിന്നെ ആർക്ക് എവിടെ എന്ത് സംഭവിച്ചാലും സ്വയം കുറ്റപ്പെടുത്തരുത്, അത് മാനസിക പ്രശ്നമാണ്. ഇപ്പോൾ ഭാര്യ ആരുടെയെങ്കിലും കൂടെ പോയാലും അപ്പോൾ അത് അവരുടെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ മക്കൾ വേറെ ആരുടെയെങ്കിലും സ്നേഹത്തിൽ ആയി, അല്ലെ വേറെ പോയി, അല്ലെ മക്കൾ നോക്കുന്നില്ല, എന്തും ആയിക്കോട്ടെ, അതിനെല്ലാം സ്വയം കുറ്റപ്പെടുത്തുക, അതൊരു മാനസിക പ്രശ്നമാണ്. ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത് അവരവരുടെ തെറ്റുകളാണ്, അല്ലെ അവരവരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, തെറ്റോ ശരിയായിക്കോട്ടെ. സ്വയം കുറ്റപ്പെടുത്തുക, ഈ ബുദ്ധിരേഖ ഇങ്ങനെ വളഞ്ഞു കാണുന്നത്, ഇത് ഇവരുടെ നാശത്തിന് കാരണമാകും. ഇവരുടെ മാനസിക നില, മനസ്സ് വേറെ ഒരു ചിന്തകളിലേക്ക് പോകും, ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ വരും, ആബ്സെൻറ്റ് മൈൻഡ് ആകും. അങ്ങനെയുള്ളവരാണ് ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം അറിയാതെ വണ്ടിയുടെ മുന്നിലൊക്കെ അവർ ശ്രദ്ധിക്കത്തില്ല, വണ്ടി വരുന്നു വന്നു. അങ്ങനെ അത് സ്ത്രീയായാലും പുരുഷനായാലും സംഭവിക്കാറുണ്ട്. അതായത്
ചിലപ്പം ട്രെയിൻ വരുമ്പോഴായിരിക്കും ഇവർ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ക്രോസ് ചെയ്യുക, അല്ലെ ഒരു റോഡിലായിക്കോട്ടെ വണ്ടി വരുമ്പോഴായിരിക്കും ഇവർ വേറെ ചിന്തയായിരിക്കും. സ്വയം കുറ്റപ്പെടുത്തുന്നവർക്ക് എപ്പോഴും മാനസികമായിട്ടൊരു ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് മാനസികമായ ബാലൻസ് കുറവായിരിക്കും. അവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കിയ ജീവിതത്തിൽ നിങ്ങൾക്കത് തെറ്റുകൾ തിരുത്തി പോരായ്മകൾ പരിഹരിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് വാട്സപ്പിനകത്തൊരു 2 മെസ്സേജ് കണ്ടു. ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഈ 2 മെസ്സേജ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞു. ഒരാൾക്ക് അവർ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സാലറി ആയി. ഇപ്പോഴും ആ മെസ്സേജ് കിടപ്പുണ്ട്. ആ മെസ്സേജ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവർ ഇട്ടേക്കും. അപ്പം സേവ് ചെയ്ത് വിട്ടേക്കും, പേരൂടെ എഴുതി. അതൊരു സന്തോഷമാണ്. ഡബിൾ സാലറി ആയി. കോടി നന്ദി പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ അവർ നന്ദി പറഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ചെയ്താണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഇട്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന മനസ്സിലാക്കിയവരെല്ലാം ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ 6 വർഷമായിട്ട് ഒരു ഡോക്യുമെൻ്റ് സംബന്ധമായിട്ട് അവർ ഗവൺമെൻറ് തലത്തിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. ഒരു ഡോക്യുമെൻ്റ് സംബന്ധമായിട്ട് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് അത് ശരിയായി. ഒന്ന് ആലോചിച്ച് നോക്കി, 6 വർഷമായിട്ട് അതിനൊന്ന് അവർ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ കാര്യങ്ങളെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അതുപോലെ കാര്യങ്ങൾ ചെയ്താലേ അത് മാറ്റം വരത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ എത്രയോ ജീവിതം നഷ്ടപ്പെടുത്തിയവരെ കണ്ടിട്ടുണ്ട്. പൊലിഞ്ഞുപോയ ജീവിതങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നവരെയും ഒക്കെ എത്രയോ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ലക്ഷങ്ങളുടെ മൂല്യമുണ്ട്. കാരണം ഒരാളുടെ ലക്ഷങ്ങളെക്കാട്ടി മൂല്യമുണ്ട്. ഒരാളുടെ ജീവിതം തിരിച്ചു പിടിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ബുദ്ധിരേഖയിൽ വളവുള്ള ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് നോക്കി, ഇതൊന്നും ചെയ്യരുതേ. ചെയ്താൽ അയാളുടെ ജീവിതം ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ തീരാം. അയാളുടെ സമ്പത്ത്, അയാൾ ഇതുവരെ ആർജിച്ച അയാളുടെ കുടുംബം, അയാളുടെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരാം. അപ്പം ഞാനീ പറയുന്ന കാര്യം കൊണ്ട് ശ്രദ്ധിച്ചാൽ തിരിച്ചു പിടിക്കാൻ പോകുന്നത് ഒരു വലിയ ജീവിതം തന്നെയാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അതേ രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനിയും അടുത്തൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ആയുർരേഖയുടെ ഞാൻ വെറുതെ കാണിച്ചതേ ഉള്ളൂ. ഇതേണ്ട 2 സൈഡിൽ നിന്നും കുറേ രേഖകൾ ഈ ആയുർരേഖയിലേക്ക് ഇങ്ങനെ കുനുകുനാന്ന് വന്നിരിക്കുക. ഇവിടുന്ന് കുറേ രേഖ, ഇവിടുന്ന് കുറേ രേഖ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു യാത്ര പോയാലും ഒരു റോഡ് ക്രോസ് ചെയ്താലും ഒക്കെ ഒന്നും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാൻ ഉപകരിക്കും. ഒന്നും സംഭവിക്കുമെന്നോ ഒന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞു തന്നതാണ്. കാരണം ഏത് രേഖയിൽ നിന്നാണെങ്കിലും 2 സൈഡിലേക്ക് കുനുകുനാന്ന് രേഖ പോയാൽ ആ രേഖയുടെ എനർജി ആ രേഖയുടെ എനർജിയിൽ കുറവ് വരികയാണ്. ഇപ്പം ഞാൻ മരണത്തിന് മുമ്പ് ചിലരുടെ കൈരേഖ പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് തന്നെയാണ്, അതായത് ആഴ്ചകൾക്ക് മുമ്പ്. അപ്പം ഞാൻ ആ രേഖകൾ നോക്കിയപ്പോൾ ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ, ഈ 3 രേഖകളും വിളറി ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട് മങ്ങി കൈ ഏകദേശം ഒരു വളരെ വിളറിയ കൂടുതൽ വെള്ള നിറത്തിൽ കൈത്തല ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരെന്നോട് ചോദിക്കും എങ്ങനെയുണ്ട്. ഞാൻ പറയും ഒരിക്കലും ഞാൻ പറയും ഈശ്വരനെ വിളിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പോരും. അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ജീവിച്ചിരിക്കുന്നതോളം സന്തോഷമായിട്ട് ജീവിച്ചിരിക്കട്ടെ. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറയും. കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടെ ഇരിക്കാൻ പറയും. അപ്പോൾ ഈ രേഖകളുടെ ചൈതന്യം, രേഖകളെല്ലാം മങ്ങി ഒരു വെളുത്ത് വിളറി മങ്ങി കാണുമ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ചൈതന്യം കുറയുന്നതാണ്. എന്ന് കരുതി അത് മരണം ഉണ്ടാകുന്നതിന് അർത്ഥമില്ല. പിന്നെ പ്രായമൊക്കെ ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് ബാധിക്കും. അല്ലാത്തവർക്ക് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളും ഭക്ഷണശീലമോ ആഹാരശീലം പിന്നെ സന്തോഷമായിരിക്കുക വെച്ചാൽ ഒരുപാട് നാൾ പിന്നെ ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇനിയും പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം തേണ്ട ഇങ്ങനെ കൊളുത്തിട്ട പോലെ ഒരു രേഖ കാണുക. അതായത് ഈ ഊർജം ഇങ്ങനെ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് ഇവിടെ പലപ്പോഴും ഇങ്ങനെ രേഖയുള്ളവർക്ക് അവരേതൊരു കാര്യത്തിലും
ഒരു 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 ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കുറവാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്നത്, വണ്ടിയുടെ ടയർ പഞ്ചറായി, അല്ല ബ്രേക്ക് കുറവാണ്, അതോ ഇവരോട് പറഞ്ഞാൽ ഇവർ പറയുമോ അതൊന്നും കുഴപ്പമില്ലെന്നേ, ഒരു കുഴപ്പമില്ലെന്ന് പറയും. ചിലപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും ഒരു ലോറിയുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോഴായിരിക്കും വണ്ടി നിന്ന് പോകും. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 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 ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരു കാര്യത്തിനും, ഒരു അശ്രദ്ധ, അലംഭാവം, അതുകൊണ്ട് ആപത്തുകളെ വിളിച്ച് വരുത്തുക. അപ്പോൾ അത് രേഖയുള്ളവർ ഏതൊരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക, ഏതൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. നമ്മളത് ഇങ്ങനെയുള്ള രേഖ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഏതെങ്കിലും കാര്യത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഡബിൾ സാലറി ആയി ഗൾഫിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഈ 6 കൊല്ലമായിട്ട് ശരിയാകാത്ത ഡോക്യുമെൻ്റ് ഗവൺമെൻറ് തലത്തിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയാണ്, അത് ശരിയായി, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടാ. പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തായിരുന്നു, അവർ ഒരുപാട് കാര്യങ്ങൾ നടന്നു, കടം മാറി, കുട്ടിയുടെ വിദ്യാഭ്യാസം എല്ലാം ശരിയായി, ഒക്കെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തതാണെന്ന്, എല്ലാം ഓരോ കാര്യങ്ങളും ചെയ്ത എന്താണെന്ന് അവർ പറയുന്നുണ്ട്. അതെല്ലാം എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്, അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഒരു സന്തോഷമാണത്. പിന്നെ ഒരുപാട് അങ്ങനെ കിടപ്പുണ്ട് ഇപ്പോഴും. പലതും ഞങ്ങളും നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് സന്തോഷമായിട്ട് പറയുന്നതേ ഉള്ളൂ. അത് അവരെന്നോട് പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് എൻ്റെ സന്തോഷത്തിന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായി, അതുപോലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശരിയായിട്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോഴേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ആദ്യം ഇതും കേട്ടുകൊണ്ടോ അതും ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല, ജീവിതം വേസ്റ്റ് ആകത്തേ ഉള്ളൂ. നമ്മൾ ശരിയായിട്ടുള്ള അറിവുകളുടെ പുറകെ ആയിരിക്കണം, ശരിയായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യണം, അത് ലോജിക്കുള്ളതായിരിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഇപ്പം ബുദ്ധിരേഖയുടെ ഞാനൊരു സിമ്പിൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ബുദ്ധിരേഖ, ലോജിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ബുദ്ധിരേഖ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. ബുദ്ധിരേഖ കൊണ്ട് എന്താ ചിന്തിക്കുന്നത്? ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പം ഈ ബുദ്ധിരേഖ ഇതിങ്ങനെ നിവർന്ന് സ്ട്രെയിറ്റായിട്ട് കാണുന്നു, നല്ല ഒരു നേർരേഖ പോലെ സ്ട്രെയിറ്റായിട്ട് കാണുന്നു. ഇവിടെ വരച്ചപ്പം ചെറിയ വളവ് വന്നിട്ടുണ്ട്, അത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. അതങ്ങനെ വളവൊന്നുമില്ല, നേരെയുള്ള ബുദ്ധിരേഖ ഉദ്ദേശിക്കുന്ന, വളവില്ലാതെ ഏകദേശം സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ ബുദ്ധിരേഖ കണ്ട ആ വ്യക്തിക്ക് അരിത്തമെറ്റിക്ക്, ലോജിക്ക്, കാൽക്കുലേഷന്, എൻജിനീയറിങ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കൂടുതലാണ്. എന്ന് വെച്ചാൽ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കൂടുതലാണ്. ഇനി വേറൊരു വ്യക്തിക്ക് ഇപ്പം ബുദ്ധിരേഖ ഇങ്ങനെയല്ല കാണുന്നത്, ബുദ്ധിരേഖ വേറൊരു രീതിയിലാണ് കാണുന്നു വിചാരിച്ചു, കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് വിശ്വസിച്ചാൽ മതി, അല്ലാതെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാനങ്ങനെ വിശ്വസിച്ച ഏതൊരു കാര്യം അത് അനുഭവത്തിൽ ശരിയാണെന്ന് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. ബുദ്ധിരേഖ ഇനി ഇങ്ങനെ വളഞ്ഞു കാണും, കണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞു കാണും. അങ്ങനെയുള്ളവർക്ക് ഭാവന ഉപയോഗിച്ചുള്ള, ഇപ്പോൾ ഒരു ഡിസൈനിങ്, ഒരു ബിൽഡിംഗ് ഡിസൈനിങ്, ഒരു ഫാഷൻ ഡിസൈനിങ്, അല്ലെങ്കിൽ ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്, അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്, ഇങ്ങനെ ഭാവന ഉപയോഗിച്ചുള്ള വർക്കുകളായിരിക്കും കഴിവ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് ഒരു 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 അരിത്തമാറ്റിക്കൽ ലോജിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡിൽ കൊണ്ടാക്കി എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ അരിത്തമാറ്റിക്കൽ ലോജിക്കിനും കഴിവുള്ളവനെ കൊണ്ട് ഒരു ഡിസൈനിങ് ഫീൽഡ് ആക്കി എങ്ങനെ ഇരിക്കും? ഡിസൈനിങ് ഫീൽഡ് അല്ലെങ്കിൽ ഭാവന ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ഫീൽഡ് ആക്കി എങ്ങനെ ഇരിക്കും? പിന്നെ ഈ രേഖയ്ക്ക് താഴേക്ക് ഒരുമാതിരി നല്ല വളമുണ്ടെങ്കിൽ അവർക്ക് കലാകാരന്മാർ ഭാവന ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നല്ലതായിരിക്കും. അവനെ കൊണ്ടുവന്ന് ഒരു സയൻസ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആക്കാൻ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ രേഖയിലെ ചില ലോജിക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് സ്വയം തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വേണം ചെക്ക് ചെയ്ത് നോക്കിയോ. നിങ്ങൾ ഇപ്പോഴൊന്നും കാണാനില്ല, നേരത്തെ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ ഈ നമ്മുടെ പുസ്തകം വിൽക്കുന്നവരെ കാണാം. അതായത് 10-20 രൂപയുടെ പുസ്തകമായിരിക്കും, പക്ഷേ ഇവർ ഭയങ്കര വാചാലതയാണ്, ഇവർ ഭയങ്കര വാചകത്തിലായി പുസ്തകം വിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചിലപ്പം 10 രൂപയ്ക്ക് കിട്ടുന്ന 20 രൂപയ്ക്ക്, അങ്ങനെ ഇവർക്ക് ഡബിൾ ലാഭമാണ്. അങ്ങനെയാണ് പുസ്തകത്തിൽ ബസ്സിൽ കയറി പുസ്തകം കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഇപ്പം കുറവാണ്. അങ്ങനെയുള്ളവരുടെ ചിലരുടെ രേഖ പരിശോധിച്ചാൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോണം, ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖയുടെ ഏകദേശം ഒരു മേൽഭാഗം കണ്ട് കവട്ട പോലെ 2 സൈഡിലേക്കും കാണാം.
ഇതെന്താണെന്നറിയോ, ഈ ബുദ്ധിരേഖയുടെ ഈ ഒരു മേൽഭാഗം കൊണ്ടിങ്ങനെ രണ്ട് കവട്ട കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാനുള്ള കഴിവ്, ആളുകളെ മനസ്സിലാക്കി, ഒരാളുടെ മൈൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇനിയും ഈ ബുദ്ധിരേഖയുടെ ഇവിടെ താഴോട്ടാണ് ഈ ശാഖ കാണുന്നതെങ്കിൽ, അതായത് ഇപ്പം ഞാൻ മധ്യഭാഗത്തല്ലേ കാണിച്ചു, ഇനി താഴോട്ട് കാണിക്കും. ഇത് മെനക്കെട്ട പരിപാടി വരച്ച് കാണിക്കുന്നു. പക്ഷേ എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം ഓൺ ദ സ്പോട്ടിൽ ലൈവായിട്ട് തന്നെ അപ്പം തന്നെ വരച്ച് കാണിക്കുകയല്ല, നേരത്തെ അല്ല. ഇതാണോ ഇനി താഴേക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയം തന്നെ, ആ സമയം തന്നെ വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി മെനക്കെടാന്ന് പറഞ്ഞത്. എങ്കിലും കുഴപ്പമില്ല, അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇതുകൊണ്ട് ഈ ബുദ്ധിരേഖയുടെ താഴെയായിട്ട്, ഞാൻ നേരത്തെ മേലിലായിട്ടാണ് കാണിച്ചത്, താഴെയായിട്ട് ഇങ്ങനെ കവട്ട കാണുകയാണെങ്കിൽ അവർക്ക് ടീച്ചിങ് ഫീൽഡ്, അവർക്കും സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. പക്ഷേ അത് ഇച്ചിരി ഉയർന്ന തലത്തിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് ടീച്ചിങ് ഫീൽഡ്, അഡ്വക്കേറ്റ്, പിന്നെ മീഡിയ പ്രവർത്തനം, പിന്നെ മീഡിയയിൽ ആങ്കർ, പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ വേദികളിൽ അതായത് ഒരു സ്റ്റേജ് പെർഫോമർ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കഴിവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മികച്ച ആളുകളെ എനിക്കറിയാം, മികച്ച കഴിവുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രേഖയിലറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ മതി, പറഞ്ഞ് മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രേഖയ്ക്കകത്ത് കാര്യമുണ്ടെന്ന്. എന്നിട്ട് നിങ്ങളിത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ജീവിതത്തിൽ എല്ലാം തിരിച്ചു പിടിക്കാം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ ചുമ്മാ എന്നെങ്കിലും മനസ്സിലാക്കിയാവുന്നത് പ്രയോജനമാകത്തില്ല. ഇതിൻ്റെ കാര്യകാരണം സഹിതം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, ഈ ഇവിടെ നിന്ന് ശുക്രമണ്ഡലമോ, ഇവിടെ നിന്ന് ഒരു രേഖ ആയുർരേഖ കട്ട് ചെയ്ത് ബുദ്ധിരേഖ കട്ട് ചെയ്ത് ശനിമണ്ഡലത്തിലേക്ക് എത്തുന്നു. ശനിമണ്ഡലം നടുവരൽ താഴെയുള്ള ഭാഗമാണ്. ഇങ്ങനെ ഒരു രേഖ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 33 വയസ്സല്ലേ, 33 വയസ്സിന് പിടിച്ചു, ഏകദേശം ഒരു 33 വയസ്സിന് പിടിച്ചു. അപ്പോൾ ഈ വയസ്സിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ വയസ്സുകളിൽ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചിലർക്ക് ചെയ്യേണ്ട ഈ പറയുന്ന ഈ രേഖയോടൊപ്പം ഇത് കണ്ടോ, ബുദ്ധിരേഖയുടെ ചില ഭാഗം ഇച്ചിരി വീതി കൂടി കാണുക, ആയുർരേഖയുടെ ചില ഭാഗം ഇച്ചിരി വീതി കൂടി കാണുക. ഇങ്ങനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായ അശ്രദ്ധയായിരിക്കും. അതായത് ഈ ഒരു രേഖ കാണുക, അതിനോടൊപ്പം ആയുർരേഖയുടെ ചില ഭാഗം വീതി കൂടി കാണുക, ബുദ്ധിരേഖയുടെ ചില ഭാഗം വീതി കൂടി കാണുക. അങ്ങനെയുള്ളവർക്ക് ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിച്ചു. ഇവർക്ക് വണ്ടി ഓടിക്കുമ്പം ചിലപ്പോൾ ഇവർ ആദ്യം എവിടെയെങ്കിലും പോകാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ ചിലപ്പോൾ ഓടിച്ചെന്നിരിക്കുക, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോൾ. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇവർക്ക് ഒരു സ്പീഡ് ചിലപ്പം ക്രൈസായിട്ട് വരും. ഞാൻ ഈ രേഖയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഇവർ ഇത് ചുമ്മാ പോയാലും സ്പീഡിൽ വണ്ടി ഓടിക്കാനും ഒരു ഓവർ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ബുദ്ധിരേഖയിലും ആയുർരേഖയുടെയും ചില ഭാഗം വീതിയും കൂടി കാണുക, പിന്നെ ആ റാ പോലുള്ള രേഖയും കൂടെ കാണുക. ഞാൻ കാണിച്ചുള്ളൂ ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഒരു 10 പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടാകണമെന്നില്ല. സ്പീഡിൽ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി പോകുമ്പോൾ 100 പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഒരു 101 പ്രാവശ്യം, 101ാമത്തെ ആയിരിക്കും ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അത് മതി. അപ്പോൾ ഇത് നമ്മൾ പലതവണ ആവർത്തിക്കുമ്പോൾ അതിലൊരു തവണ നമുക്ക് ആപത്തുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ആപത്തുണ്ടായാലും എനിക്കറിയാം. ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഈ രേഖ പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യണം? ഇങ്ങനെ രേഖയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹന നിയമങ്ങൾ പാലിച്ച് ആ അനുവദിച്ചിരിക്കുന്ന സ്പീഡിൽ മാത്രം ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക. അതുപോലെ ഏതൊരു കാര്യം ജീവിതത്തിൽ കൈകാര്യം ചെയ്യുക. ഉറപ്പായിട്ടും ഒരു കുഴപ്പമില്ല. ഏറ്റവും മിടുക്കന്മാരായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. മനസ്സിലാകുന്നു? ഇനിയും ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പരിഹാരങ്ങളോട് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ആയുർരേഖയാണ്. ആയുർരേഖയുടെ ഈ ഭാഗം മങ്ങിക്കാണുന്നു. ഞാൻ ആരോ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധിരേഖയാണ്. ബുദ്ധിരേഖയുടെ ഈ ഭാഗം മങ്ങിക്കാണുന്നു. ഉണ്ടോ? ആയുർരേഖയുടെ ഈ ഭാഗം മങ്ങിക്കാണുന്നു, ബുദ്ധിരേഖയുടെ ഈ ഭാഗം നന്നായിട്ട് മങ്ങിക്കാണുന്നു. ചെറിയ രീതിയിൽ മങ്ങിയാലൊന്നും വലിയ പ്രശ്നമില്ല. അപ്പം ഞാനവിടെ വിധിരേഖ കാണിച്ചിട്ടില്ല, 2 രേഖ കാണിച്ചിട്ടുള്ളൂ. വിധിരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു രേഖ വരച്ചാൽ അത് നടുവരൽ താഴെ എത്തുന്ന രേഖ, അത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ആയുർരേഖയും ബുദ്ധിരേഖയും കാണിച്ചിട്ടുള്ളൂ. അത് ബുദ്ധിരേഖയുടെ ഈ ഭാഗം മങ്ങിക്കാണുന്നു. മങ്ങി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മങ്ങി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മങ്ങിക്കാണുന്നതാണ് കേട്ടോ. ചെറിയ മങ്ങലൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് മങ്ങിക്കാണുന്നു.
ഇവിടെ നന്നായിട്ട് മങ്ങി ഏകദേശം വിട്ട് തന്നെ നന്നായിട്ട് മങ്ങി കാണുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ട് രേഖകളും കണ്ടല്ലോ, ഇവിടെയും മങ്ങി കാണുന്നു, ഇവിടെയും മങ്ങി കാണുന്നു, കണ്ടോ, ഇവിടെ മങ്ങി കാണുന്നു, ഇവിടെയും മങ്ങി കാണുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഇങ്ങനെ രേഖയുള്ളൊരു വ്യക്തി ഇപ്പോൾ ഒരു ഒരു വെള്ളത്തിലൊരു ലൈൻ പൊട്ടിക്കിടക്കണം. അപ്പോൾ ഇദ്ദേഹത്തോട് ആളുകൾ പറയുള്ളൂ, അവിടെ ഒരു ലൈൻ പൊട്ടിക്കിടപ്പുണ്ട്, ആ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. പുള്ളി അതൊന്നും കാര്യമാക്കത്തില്ല, വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് കറണ്ട് അടിക്കാതിരിക്കുക, പക്ഷെ സാധ്യത ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരാൾ പറയുക, എവിടെ താൻ ആ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഒരു കുഴിയുണ്ട്, വണ്ടി അതുവഴി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, ഈ പുള്ളി ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെയുള്ള ചില മനഃപൂർവമായ അശ്രദ്ധകൾ ഇങ്ങനെയുള്ളവർക്കുണ്ടാകാം. അപ്പം അവനവനത് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരാപത്തും ഉണ്ടാകത്തുമില്ല. ജീവിതം തന്നെ തിരിച്ചു പിടിക്കാം. പ്രശ്നം മനസ്സിലാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല, ഒരു പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മരണം ഉണ്ടാകുന്ന കാര്യങ്ങളോ അല്ല. ജീവിതത്തിൽ നമുക്ക് ചില സമയങ്ങൾ ചില അശ്രദ്ധകളുമുണ്ട്, ചില ചെറിയ ചെറിയ അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ പോയി ചാടാം. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അതിനുള്ള ചില മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന്, ഇങ്ങനെ നമുക്ക് ചില പോരായ്മകളുണ്ടെങ്കിൽ മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ട്, നമ്മൾ പല കാര്യങ്ങളെയും ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുക, അത് തള്ളിക്കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ വരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുക. മൂന്ന്, ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, വേറെ കാര്യങ്ങളെ പുറകെ പോകരുത്. നാല്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നല്ല ആരോഗ്യശീലം പുലർത്തുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നമ്മൾ ഏതൊരു കാര്യത്തിലും അവയർനെസ് ഉണ്ടായിരിക്കുക, അബ്സെൻറ്റ് മൈൻഡായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എത്രയോ രേഖകൾ പരിശോധിച്ചതിൻ്റെ അനുഭവത്തിലാണ് പറഞ്ഞത്. ഇത്തരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചവർക്കൊന്നും ജീവിതത്തിൽ കുഴപ്പങ്ങളില്ല. അവർ ഏറ്റവും നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, ഏറ്റവും മിടുക്കരായിട്ട് ജീവിക്കുന്നുണ്ട്, ഏറ്റവും സമ്പന്നരായിട്ട് ജീവിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആയുസ്സോടുകൂടി ജീവിക്കാനും ഇത് ഉപകരിക്കും. അപ്പോൾ ഇനിയും ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യം, ശനിയാഴ്ചയും പക്കനാളിനും, പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം, ശിവന് മൃത്യുഞ്ജയാർച്ചന, ജലധാര, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇത് ആവർത്തിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ആപത്തിൽ പെട്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ആ ക്ഷേത്രത്തിൻ്റെ അല്ലെ ഏത് ദേവാലയ പേര് കൊണ്ട് വിളിച്ചു ചൊല്ലി അടുത്ത വർഷത്തെ ഉത്സവത്തിന് ഞാൻ ഇന്ന വഴിപാട് അവിടെ ചെയ്തേക്കാമെന്ന് പറയുക. നിങ്ങൾ ആ ദേവനല്ലേ ദേവി ഏതെങ്കിലുമൊക്കെ ആപത്തിൽപ്പെട്ടാലും രക്ഷിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു രഹസ്യവിദ്യയാണ്, നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം ആണ് പറഞ്ഞു തന്നത്. പിന്നെ ഈ പറഞ്ഞ വഴിപാടുകൂടി ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരാപത്തിലും പെടത്തില്ല, ഒരാപത്തും ഉണ്ടാകത്തുമില്ല. ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിതം ഒരുപാട് കാലം ജീവിച്ച് നല്ല ജീവിതാനുഭവങ്ങളോടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഞാൻ കണ്ട അനുഭവങ്ങളുമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ നിങ്ങൾക്ക് തള്ളിക്കളയാം, നിങ്ങളുടെ ഭാഗം. എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ കണ്ട അനുഭവങ്ങളുമാണ് പറഞ്ഞത്. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റത്തില്ല. ജനനവും മരണവും ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ അതല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിൽ ചില അശ്രദ്ധകൾ ഉണ്ടാകാം. അത് ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ ആപത്തുകളായിക്കോട്ടെ വലിയ ആപത്തുകളായിക്കോട്ടെ അത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കാതെ തള്ളിക്കളയാം. എൻ്റെ അഭിപ്രായങ്ങളാണ്, അനുഭവങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് നന്മ ഉണ്ടാകുന്ന കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ, ദോഷം ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം അത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.